GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ആവശ്യമായ ലൈസൻസുകൾ നേടാതെ കുവൈറ്റിനുള്ളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയം നിരോധിക്കും. ഇത് തടയുന്ന ഡിക്രി നിയമത്തിന്റെ കരട് വാണിജ്യ വ്യവസായ മന്ത്രാലയം പൂർത്തിയാക്കി. റിപ്പോർട്ട് പ്രകാരം അനധികൃത വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും പ്രവാസികളെയും ഈ നിയമം വിലക്കുന്നുണ്ട്. വ്യാപാര നാമങ്ങൾ, ലൈസൻസുകൾ, ഔദ്യോഗിക അംഗീകാരങ്ങൾ അല്ലെങ്കിൽ വാണിജ്യ രജിസ്ട്രേഷനുകൾ ഉപയോഗിക്കാൻ പ്രവാസികളെ അനുവദിക്കുന്നത് നിരോധിക്കുന്നതും ഇതിൽപ്പെടുന്നു. നിയമലംഘനം നടത്തുന്നതായി സംശയിക്കപ്പെടുന്ന വാണിജ്യ പ്രവർത്തനങ്ങളിലെ ലംഘനങ്ങൾ പരിശോധിക്കാനും മേൽനോട്ടം വഹിക്കാനും നിരീക്ഷിക്കാനും അധികാരമുള്ള ചില ജീവനക്കാരെ ജുഡീഷ്യൽ പോലീസ് ഓഫീസർമാരായി വാണിജ്യമന്ത്രി നിയമിക്കും. ഏതെങ്കിലും നിയമലംഘനം കണ്ടെത്തിയാൽ ബിസിനസ് അടച്ചുപൂട്ടൽ, നിയമലംഘകനെ നാടുകടത്തൽ എന്നിവയുൾപ്പെടെ പീനൽ കോഡിന് കീഴിൽ വഞ്ചനയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ തന്നെയുള്ള കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരും. സുതാര്യത ഉറപ്പാക്കുന്നതിനും നിയമലംഘനങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നതിനുമായി കുറ്റവാളികൾക്കെതിരായ അന്തിമ വിധികൾ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ദേശീയ സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന നിയമവിരുദ്ധ നടപടികളിൽ നിന്ന് പ്രാദേശിക വിപണിയെ സംരക്ഷിക്കുക എന്നതാണ് ഈ നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ബഹ്റൈനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 നില കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മരണം 2ആയി. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തത്. ബഹ്റൈനി പൗരനായ അലി അബ്ദുള്ള അലി അൽ ഹമീദ് 66 വയസ്സ്, ബംഗ്ലാദേശ് പൗരനായ ഷൈമോൾ ചന്ദ്രഷിൽ മൊനീന്ദ്ര 42 വയസ്സ് എന്നിവരാണ് മരിച്ചത്. മുഹ്റ ഗവർണറേറ്റിലെ അരാദിൽ ഇന്നലെ വൈകിട്ട് സീസ് മാളിന് സമീപമുള്ള ഒരു റെസ്റ്റോറൻറ്റിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി കിങ് ഹമദ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഇവരിൽ 2 പേർ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും കെട്ടിട ഉടമയെ കൂടുതൽ നിയമ നടപടികൾക്കായി വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050 444 2423. എയർലൈൻ നയങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നുവെന്ന പ്രചരണങ്ങൾ എമിറേറ്റ്സ് എയർലൈൻ തള്ളി. പോളിസികൾ ലംഘിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന വീഡിയോയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും എന്നാൽ അതിൻ്റെ ഭാഗമായി ഒരു ജീവനക്കാരെയും പിരിച്ചുവിട്ടിട്ടില്ല എന്നും എമിറേറ്റ്സ് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം മേയിലാണ് ആരോപണ വിധേയമായ വീഡിയോ എമിറേറ്റ്സ് എയർലൈനിൻ്റെ മുൻ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഷാങ്ഹായിലേക്കുള്ള യാത്രക്കിടെ യാത്രക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചത്. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങൾ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഏരിയകൾ എന്നിവ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇക്കാരണത്താൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആരെയും പിരിച്ചുവിട്ടിട്ടില്ല എന്നാണ് അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ഇപ്പോഴും കാണാനും കഴിയും. പങ്കുവച്ചപ്പോൾ 1.3 മില്യൺ ആൾക്കാരാണ് വീഡിയോ കണ്ടത്. പ്രാണികൾ അടങ്ങിയ ഭക്ഷണത്തിന് കുവൈറ്റിൽ വിലക്ക് ഏർപ്പെടുത്തി. ജനറൽ അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ പ്രാണികളുടെ ഉപയോഗത്തിൽ പ്രചരിച്ച കാര്യങ്ങളെക്കുറിച്ച് 2023 പുറപ്പെടുവിച്ച സാങ്കേതിക സമിതിയുടെ അഭിപ്രായം ജനറൽ അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് അംഗീകരിച്ചു. അംഗീകൃത ഗൾഫ് നിയന്ത്രണമായ ഹലാൽ ഭക്ഷണത്തിനുള്ള പൊതു ആവശ്യകതകൾ അനുസരിച്ച് ഭക്ഷണത്തിൽ എല്ലാത്തരം പ്രാണികളെയും പുഴുക്കളെയും ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നു എന്നാണ് കമ്മിറ്റി പ്രസ്താവിച്ചിട്ടുള്ളത്. കമ്മിറ്റിയുടെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പ്രാണികൾ അടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് അനുവാദമില്ല. കൂടാതെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് പരിശോധനകൾ കർശനമാക്കാനും അധികൃതർ തീരുമാനിച്ചു. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.